മന്നാ പ്രതിദിന മന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ഏവർക്കും പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കയീനിന്റെ യാഗാർപ്പണത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹാബേലിന്റെ യാഗാർപ്പണം എന്നതാണ്. വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 4:4 എബ്രായർ 11:4 ആണ്. ഉൽപ്പത്തി പുസ്തകം 4:4 ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. എബ്രായർ 11:4 നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാബേൽ തന്റെ യാഗം അർപ്പിച്ചത് തന്റെ ധാരണയ്ക്കോ ചിന്തയ്ക്കോ തന്റെ ഇഷ്ടത്തിനോ അനുസരിച്ച് ആയിരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ മാർഗത്തിനനുസരിച്ചാണ് താൻ യാഗം അർപ്പിച്ചത്. ദൈവം നൽകിയ വെളിപ്പാടനുസരിച്ച് അവൻ ദൈവത്തെ ആരാധിച്ചു അഥവാ യാഗം കഴിച്ചു എന്ന് സാരം. കയീനിൽ നിന്ന് വ്യത്യസ്തമായി ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ ഒന്നിനെയാണ് അർപ്പിച്ചതെന്ന് നാം വായിക്കുന്നു. അവ ഒരുപക്ഷെ കുഞ്ഞാടുകളിൽ നിന്നായിരിക്കാം. അവൻ അവയുടെ മേധസ് അർപ്പിച്ചു. അപ്പോൾ മേധസ് അർപ്പിക്കണമെങ്കിൽ യാഗമൃഗം കൊല്ലപ്പെടുകയും രക്തം ചൊരിയപ്പെടുകയും ചെയ്തു എന്ന് കാണാം. കാരണം ആടിനെ കൊല്ലാതെ ആടിന്റെ മേധസ് ദൈവത്തിന് അർപ്പിക്കുക അസാധ്യമായിരുന്നു. രക്തം ചൊരിയപ്പെടുന്ന ഒരു വഴിപാട് തനിക്ക് ആവശ്യമാണെന്ന് ഹാബേൽ തിരിച്ചറിഞ്ഞു. കാരണം താൻ വീണുപോയ മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചതെന്നും താൻ ദുഷ്ടനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മലിനനുമാണെന്നും അവന് അറിയാമായിരുന്നു. അതിനാൽ അവൻ തനിക്കു പകരം തന്റെ ആട്ടിൻകൂട്ടത്തിലെ ചില കുഞ്ഞാടുകളെ കൊണ്ടുവന്ന് അവയിൽ നിന്നാണ് അർപ്പണം ചെയ്തത്. തന്റെ വീണ്ടെടുപ്പിനായി രക്തം ചൊരിയുകയും ദൈവത്തിന്റെ തൃപ്തിക്കായി ആട്ടിന്റെ മേധസ് ദഹിപ്പിക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അവൻ ഇത് ചെയ്തത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഹാബേൽ ചെയ്തത് പിന്നീട് നൽകപ്പെട്ട മോശൈക പ്രമാണത്തിന്റെ ആവശ്യകതകളോട് കൃത്യമായി പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് സംഖ്യാപുസ്തകം 18:17 നാം വായിക്കുന്നത്, എന്നാൽ പശു, ആട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കരുത്. അവ വിശുദ്ധമാകുന്നു. അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. ഹാബേൽ ദൈവത്തെ ആരാധിച്ച രീതി ദൈവത്തിന്റെ ദിവ്യ വെളിപ്പാടിന് അനുസരിച്ചായിരുന്നു. അല്ലാതെ കയീൻ ചെയ്തതുപോലെ തന്റെ ധാരണയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ തന്റെ ചിന്തകൾക്കനുസരിച്ചോ തന്റെ ഇഷ്ടമനുസരിച്ചോ അല്ലായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. ഇപ്രകാരം ക്രിസ്തുവിന്റെ ഒരു മുൻകുറി അഥവാ നിഴലായ ഒരു യാഗം, അത് ഒരു പശുവിന്റെയോ ആടിന്റെയോ കടിഞ്ഞൂലിനെ ഇസ്രായേലിയർ ഭക്ഷിക്കുവാൻ പാടില്ലായിരുന്നു. അത് ദൈവത്തിന് അർപ്പിക്കണമായിരുന്നു. അതിനാൽ മുൻകുറി ശാസ്ത്രപ്രകാരം അനുസരിച്ച് അഥവാ നിഴലുകൾ അനുസരിച്ച് ഹാബേൽ ക്രിസ്തുവിനെ ദൈവത്തിന് അർപ്പിച്ചു. അതിന്റെ കാരണം വിശ്വാസത്താലായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നാം കാണുകയാണ്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് 11:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ചില പാഠങ്ങൾ. ഒന്നാമതായി, വിശ്വാസം യാഗത്തിന് മൂല്യം നൽകുന്നു. അഥവാ വിശ്വാസത്താലാണ് ഹാബേൽ യാഗം അർപ്പിച്ചത് എന്ന് നമ്മൾ കാണുന്നു. വിശ്വാസമില്ലാത്ത ആരാധന അത് ദൈവത്തെ സന്തോഷിപ്പിക്കില്ല എന്ന് ഹാബേൽ തിരിച്ചറിഞ്ഞു. രണ്ടാമതായി, ദൈവം അവന് നീതിമാൻ എന്ന് സാക്ഷ്യം പറയുകയാണ്. അഥവാ ദൈവം ഹാബേലിനെ നീതിമാൻ എന്ന് സാക്ഷ്യപ്പെടുത്തി. മൂന്നാമതായി, തന്റെ യാഗാർപ്പണത്തിലൂടെ താൻ മരിച്ചിട്ടും സംസാരിക്കുന്നു. അവൻ മരിച്ചിട്ടും ഇപ്പോഴും സംസാരിക്കുന്നു എന്നാണ് എബ്രായർ 11:4 വായിക്കുന്നത്. തന്റെ വിശ്വാസ ജീവിതം തലമുറകളെ പഠിപ്പിക്കുന്നു, തലമുറകളിലേക്ക് കൈമാറുന്നു. അതായത് ഒരൊറ്റ യാഗം നടത്തി അവസാനിക്കുകയല്ലായിരുന്നു ഹാബേൽ സംഭവിച്ചത്. ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് ക്രിസ്തുവിന്റെ രക്തം ആവശ്യമാണ്. ദൈവം നമ്മെ സ്വീകരിക്കുന്നതിനും നാം അവനെ തൃപ്തിപ്പെടുത്തുന്നതിനുമായി നമ്മെ മറയ്ക്കുവാനും ക്രിസ്തുവിനെ തന്നെ നമുക്ക് ആവശ്യമാണ്. ചുരുക്കത്തിൽ, ഹാബേൽ അർപ്പിച്ച യാഗം നമ്മെ പഠിപ്പിക്കുന്നത് അർപ്പിക്കുന്നതിൽ മാത്രമല്ല, അർപ്പിക്കുന്ന വ്യക്തിയെയും ദൈവം പരിഗണിക്കുന്നു അഥവാ നോക്കുന്നതിനാൽ ദൈവപ്രിയമുള്ള വ്യക്തികളായി നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനങ്ങൾക്കായി സ്തോത്രം. അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരട്ടെ. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.